എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഓണം പ്രമാണിച്ച് തിയേറ്ററുകളിലേക്ക് റിലീസിനെത്തിയ കൊണ്ടൽ എന്ന സിനിമയുടെയും അതുപോലെ തന്നെ ബാഡ് ബോയ്സ് എന്ന സിനിമയുടെയും 4 ദിവസമായി ഇന്നത്തെ കേരള ട്രാക്കിംഗ് കളക്ഷനും വേൾഡ് വൈഡ് എസ്റ്റിമേറ്റ് കളക്ഷനുമാണ് ഈ വീഡിയോയുടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. വീഡിയോയിലേക്ക് പോകും മുമ്പ് സിനിമാ ലോകത്തെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം പരിഗണിക്കുക. ആദ്യത്തെ സിനിമ പെപ്പയെ നായകനാക്കി സെപ്റ്റംബർ മാസം 13 ഓണം പ്രമാണിച്ച് തിയേറ്ററുകളിലേക്ക് റിലീസിനെത്തിയ ഏറ്റവും പുതിയ സിനിമയാണല്ലോ കൊണ്ടൽ. നിലവിൽ കേരള ബോക്സ് ഓഫീസിൽ ഇന്നത്തെ കളക്ഷനോട് കൂടി 4 ദിവസങ്ങൾ ബോക്സ് ഓഫീസിൽ പിന്നിടുന്ന സിനിമയുടെ 4 ദിവസത്തെ കേരള ട്രാക്കിംഗ് കളക്ഷനിലേക്ക് വരികയാണെങ്കിൽ ചിത്രത്തിന് ഇന്നലത്തേക്കാൾ മികച്ച ട്രാക്കിംഗ് ആണ് ഇന്ന് ചിത്രത്തിന് കാണാൻ സാധിക്കുന്നത്. ഇന്നലെ ഇതേ സമയം 22 ലക്ഷം രൂപയെന്ന ചിത്രത്തിന്റെ കേരള ട്രാക്കിംഗ് കളക്ഷനെങ്കിൽ ഇന്ന് അത് 23 ലക്ഷത്തിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇന്നും ചിത്രം കേരള ബോക്സ് ഓഫീസിൽ 50 ലക്ഷം രൂപ ഗ്രോസ് കളക്ഷൻ നേടുന്നതാണ്. അങ്ങനെ ഇന്നത്തെ കളക്ഷനോട് കൂടി ചിത്രം ആദ്യ 4 ദിവസങ്ങൾ കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 2 കോടിയിലേക്ക് എത്തപ്പെടുന്നതാണ്. അതേസമയം കൊണ്ടൽ എന്ന സിനിമയുടെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് അപ്ഡേറ്റിലേക്ക് വരികയാണെങ്കിൽ ചിത്രത്തിന്റെ വേൾഡ് വൈഡ് കളക്ഷൻ ഇതുവരെ പുറത്തു വന്നിട്ടില്ലെങ്കിൽ പോലും ഏകദേശം 2.5 കോടി 3 കോടി റേഞ്ചിലാണ് ചിത്രത്തിന്റെ വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത്. കാത്തിരിക്കൂ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ അറിയാനായി. അടുത്ത സിനിമ ഒമർ ലുലുവിന്റെ സംവിധാനത്തിൽ ഒരുപാട് താരനിരകളുടെ തിയേറ്ററുകളിലേക്ക് സെപ്റ്റംബർ മാസം 13 ഓണം പ്രമാണിച്ച് തിയേറ്ററുകളിലേക്ക് റിലീസിനെത്തിയ ഫൺ ഫാമിലി കോമഡി ജോണർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണല്ലോ ബാഡ് ബോയ്സ്. നിലവിൽ ആദ്യ ദിവസം മുതലേ നെഗറ്റീവായിട്ടുള്ള അഭിപ്രായങ്ങൾ തിയേറ്ററിൽ നിന്ന് നേടിയ സിനിമ ഇന്നത്തോടുകൂടി ചിത്രം 4 ദിവസം കേരള ബോക്സ് ഓഫീസിൽ പിന്നിട്ടിരിക്കുകയാണ്. ഈ ഒരു ചിത്രത്തിന്റെയും കേരള ട്രാക്കിംഗ് കളക്ഷനിലേക്ക് വരികയാണെങ്കിൽ ഈ ഒരു സിനിമയ്ക്കും ഇന്നലത്തേക്കാൾ കൂടുതൽ ട്രാക്കിംഗ് കളക്ഷനാണ് ഇന്ന് ചിത്രത്തിന് കിട്ടിയിരിക്കുന്നത്. ഇന്നലെ ഇതേ സമയം 14 ലക്ഷം രൂപയെന്ന ചിത്രത്തിന്റെ കേരള ട്രാക്കിംഗ് കളക്ഷനെങ്കിൽ ഇന്നത് 16 ലക്ഷത്തിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ 4 ദിവസമായി ഇന്ന് ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 30 ലക്ഷം ഗ്രോസ് കളക്ഷൻ നേടുന്നതാണ്. അങ്ങനെ ആദ്യ 4 ദിവസങ്ങൾ കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം ചിത്രം 1 കോടിയിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. വലിയ ഹൈപ്പോ പ്രമോഷനോ ഇല്ലാത്ത തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്ത ലോ ബഡ്ജറ്റ് സിനിമ കൂടിയാണ് ബാഡ് ബോയ്സ്. നിലവിൽ ബാഡ് ബോയ്സ് എന്ന സിനിമ ആദ്യ 4 ദിവസങ്ങൾ കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ ഒരു ഡീസന്റ് തുടക്കം തുടങ്ങിയിരിക്കുകയാണ്. കാത്തിരിക്കൂ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ അറിയാനായി. അതോടൊപ്പം സിനിമാ ലോകത്തെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം പരിഗണിക്കേണ്ടതാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.